ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈവനിങ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഈവനിങ് ഓഫീസ് കഴിഞ്ഞ് എന്തൊക്കെയാണ് എൻ്റെ പരിപാടികൾ എന്നുള്ള രീതിയിൽ. ഞാൻ ഓഫീസ് അവേഴ്സ് 6 വരെ ഉള്ളൂ. അപ്പോൾ മൺഡേയ്സ് എനിക്ക് 6 കഴിഞ്ഞാലും എനിക്ക് ഇറങ്ങാൻ പറ്റാറില്ല, ഒത്തിരി വർക്ക്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് പൊതുവേ 6:30 കഴിയും ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും. ഇന്ന് ഓൾമോസ്റ്റ് 6:20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട വർക്ക്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്ത് എൻ്റെ ലാപ്പും എല്ലാം ഞാൻ മടക്കി ഒക്കെ എൻ്റെ ഡ്രോവറിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഞാൻ ഇരിക്കുന്ന ഷോറൂമിലാട്ടോ. ഞാനും എൻ്റെ ഒപ്പം വേറൊരു കുട്ടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഷോറൂമിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഭയങ്കര റിലാക്സ്ഡ് ആട്ടോ. വലിയ ആരുടെയും ശല്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിസൈനേഴ്സൊക്കെ വന്നിട്ടാണ് ഷോറൂമിൽ ഇരിക്കാറുള്ളത്, വേറെ വാക്കിൻസൊക്കെ വന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞു. ഇന്ന് കുറച്ച് സാധാരണ മൺഡേയ്സ് എനിക്ക് വർക്ക് ഒത്തിരി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റായി. ഇനി നേരെ സ്ട്രെയിറ്റ് വീട്ടിലേക്ക് പോകണം. പിള്ളേർ ട്യൂഷനും ഒക്കെ പോയിരിക്കുകയാണ്. വേഗം വീട്ടിലെത്തിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നേരെ ഞാൻ പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് പോവാണ്. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തി. എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ മേലെഴുതണം. വേറെ ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. വളരെ ചുരുക്കമാണ് എന്തെങ്കിലും ചായയൊക്കെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് മേലെഴുകാൻ പോകുന്നത്. അപ്പോൾ അങ്ങ് ബാത്റൂമിൽ കയറി മേലൊക്കെ കഴുകി ഇതേ റെഡിയായിട്ട് യൂണിഫോം മാറ്റി ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നല്ല വൃത്തികേടായിട്ടാണ് വീടിരിക്കുന്നത്. എൻ്റെ 2 പിള്ളേരും ക്ലാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവർക്ക് 3-ാം തീയതിയും 8-ാം തീയതി ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ മൊത്തം വൃത്തികേടായിട്ടിരിക്കണയാണ്. കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഡിന്നർ ഒന്നും ഉണ്ടാക്കാനില്ല. നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നാളെയും ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുന്നതുകൊണ്ട് ഭയങ്കര അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എത്ര പണിയെടുത്താലും പണി തീരാത്ത പോലെയാണ്. അപ്പോൾ ഇനി കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ട്. കുറേ ദിവസമല്ല, 2 ദിവസത്തെ തുണി എനിക്ക് മടക്കാനുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു മഴക്കാറും മഴയൊക്കെ ആയതുകൊണ്ട് തുണിയൊന്നും അത്രയും കാര്യമായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ തണുത്തിരിക്കുമായിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും ഇങ്ങനെ മടക്കുമ്പം തുണി നല്ല ചൂടോടെ ഇരിക്കണം എന്നാണ്. അപ്പോൾ മടക്കി വെച്ച ഒരു മണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 2 ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു എനിക്ക് മടക്കാൻ വേണ്ടിയിട്ട്. അപ്പം മടക്കിയെല്ലാം വെക്കുമായിരുന്നു. പിന്നെ അത് കൂടാണ്ട് മുറി ഫുള്ളി അലങ്കോലമായിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ പോകുമ്പോഴൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പോകണം. അപ്പോൾ വീട്ടിൽ പിള്ളേരുള്ളതുകൊണ്ട് അവരെല്ലാം ഈ ബെഡിൽ കിടന്ന് കുത്തിമറിച്ച് കളിക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബെഡ് വീണ്ടും വന്ന് ഞാൻ ഒതുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ അവരുടേതായ കാര്യങ്ങളിലൊക്കെ അങ്ങ് എൻഗേജ്ഡായി. ഞാനാണെങ്കിൽ രാത്രിത്തേക്കുള്ള ചോറ് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ തിളപ്പിച്ച് വെക്കുക കേട്ടോ. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ഭക്ഷണങ്ങളാണ് രാത്രി കഴിക്കാറുള്ളത്. ഇതാണ് എൻ്റെ ഇളയ മോള്. ഏറ്റവും വലിയ കുറുമ്പിയാട്ടോ ഞങ്ങളെ വീട്ടിൽ. ഭയങ്കര ക്യൂട്ടാട്ടോ. എനിക്ക് എൻ്റെ ഒപ്പം ഇങ്ങനെ പിമ്പിരിയാക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതിനായിട്ട് ഇങ്ങനെ കളിക്കാനും ദേഷ്യം പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ആ കണി എന്നോട് ഭയങ്കര ഇങ്ങനെ ഒരു കൊഞ്ചലും പുഞ്ഞാരൊക്കെ ഉണ്ട്. പൊതുവേ പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് ഇവർക്ക് എന്നോട് ഭയങ്കര പുഞ്ഞാരമാണ്. അപ്പോൾ ആൾ വന്ന് കൊഞ്ചിച്ചിട്ടൊക്കെ നേരെ കുളിക്കാൻ പോയേക്കാണ്. ചേച്ചിയാണ് അവളെ കുളിപ്പിക്കുന്നത്. അതായത് എൻ്റെ മൂത്ത മോളാണ് അവളെ കുളിപ്പിക്കുന്നത്. അപ്പം നാളത്തേക്ക് പുട്ടും കടലയാണ്. അപ്പം ഞങ്ങളെല്ലാവരും തലേന്ന് രാത്രി തന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കൂട്ടോ. കാരണം പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പിള്ളേരെല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ ടൈമിൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്തൊക്കെ സമയം കിട്ടില്ല ഞങ്ങൾക്ക്. അപ്പോൾ തലേന്ന് തന്നെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ കോലം. ഇപ്പോൾ പെയിൻറ്റിങ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കോലത്തിലാണ് വീടിരിക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ പിള്ളേർക്ക് എല്ലാവർക്കും പണി കൊടുക്കും കേട്ടോ. ഓരോ കുഞ്ഞു പണികൾ കൊടുക്കും അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരാരും ഫുൾ ടൈം ടി വി കാണും. പക്ഷെ എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ വീട്ടിൽ ഓരോ പണികളും ചെയ്യാനൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബക്കറ്റ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റ് ചിക്കൻ കഴിക്കാനുള്ള ഒരു കൊതിയിലാണ്. ഇവരുടെ പോലെ തന്നെ ഞാനും ഭയങ്കര കൊതിച്ചായിട്ട് ചിക്കൻ്റെ. അപ്പോൾ അത് പൊട്ടിച്ച് കഴിക്കാനുള്ളൊരു
തിടുക്കത്തിലാണ് ഞങ്ങൾ. പിന്നെ ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വേറൊരു സംഭവത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ഈ ഒരു സാധനം കഴിക്കാനുള്ള ശ്രദ്ധയിലായിരിക്കും. അവിടെ ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത് വേണ്ട, ഞങ്ങൾക്ക് ചിക്കൻ മതി എന്നുള്ള ഇതാട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എന്താണെന്നറിയില്ല, നമ്മൾ ഈ ചിക്കൻ മേടിക്കുമ്പോഴത്തേക്കും ബക്കറ്റ് ചിക്കൻ മേടിക്കുമ്പോഴത്തേക്കും സൈസൊക്കെ ഒക്കത്തിന് ഭയങ്കര ചെറുതായിട്ടാണ്. ഇതൊക്കെ പെട്ടെന്ന് തീരണ പോലെ തോന്നുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് കഷ്ണത്തിന് ഭയങ്കര വലിപ്പം പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കിട്ടുന്നത് ഭയങ്കര ചെറിയ കഷ്ണമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയൊരു ഇതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പം ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചിക്കൻ കഴിക്കുക കേട്ടോ. അതെ, വേറൊരാൾ അവൾ എൻജോയ് ചെയ്ത് കഴിക്കുക, കുളിച്ച് സുന്ദരിയായിട്ട് വന്നേക്കണാണ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആസ്വദിച്ച് ചിക്കൻ കഴിക്കാനുണ്ട്. ആരും പൊളിച്ചൊന്നും കൊടുക്കണ്ട. ഈ ഒരു ചിക്കൻ ആയതുകൊണ്ട് ആൾ ഒറ്റക്ക് തന്നെ കഴിക്കാം എന്നാണ് പറയുന്നത്. സാധാരണ ഞാൻ ബാക്കിയെല്ലാം കരുതി ഞാൻ പുറകെ നടക്കണം. പക്ഷെ ചിക്കൻ ആയതുകൊണ്ട് ആൾ ഒറ്റക്ക് പൊളിച്ച് കഴിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ മൂത്ത മോളാണ്. അവൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മേടിപ്പിച്ചാട്ടോ. അമ്മയും അച്ഛനും എപ്പോഴും പുറത്ത് പോയി ഞങ്ങളെ കൊണ്ടുപോകേണ്ട അൽഫാം കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ബക്കൻ ചിക്കൻ മേടിച്ചുകൊണ്ടാണ് കേട്ടോ. അതെൻ്റെ അടുത്തിരിക്കുന്ന അനിയൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ചിക്കൻ കൊതിച്ച് ചെന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 കഴിച്ചാൽ ഞാൻ നിർത്തി. കാരണം എനിക്ക് പണി ഒത്തിരി ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കഴിച്ച് അങ്ങ് നിർത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പയ്യെ ഇങ്ങനെ അതിൻ്റെ എല്ലിൻ്റെ ഓരോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ പീസസൊക്കെ കഴിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ചീ എന്ന് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ വീണ്ടും ബാക്ക് ടു ഞങ്ങൾ കുക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. കുക്കിംഗ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പകുതിയായിട്ടാണ് ചെയ്യണം. കുറച്ച് കറികൾ ഞാനും കുറച്ച് കറികൾ അനീറ്റിയുമാണ് ഉണ്ടാക്കാറുള്ളത്. ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് കുറച്ച് വർക്കുകളൊക്കെ കൂടുതലായിരിക്കും. അതായത് വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചൊക്കെയാണല്ലോ കുക്ക് ചെയ്യുന്നതും ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചാറുകറികളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അനീറ്റിയാണെങ്കിൽ മെയിനായിട്ട് തോരൻ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തലേന്ന് ഭക്ഷണം ഉണ്ടാക്കി വെക്കും എന്നുള്ള രീതിയിൽ കേട്ടിട്ട് നിങ്ങളാരും എന്നെ ജഡ്ജ് ചെയ്യരുത്. നമുക്കാണെങ്കിൽ മീൽ പ്രപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു സംഭവമൊക്കെ തന്നെ ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ വരും ഞങ്ങളുടെ കുക്കിങ്ങും. പിന്നെ അവിടെയാണെങ്കിൽ ഹസ്ബൻഡ് ടി വിയിലൊരു മൂവിയും കൂടി വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ ആരും കാണാത്ത സിനിമയായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ സിനിമ കാണാൻ തീരെ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം നാളെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പണി ചെയ്തിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങണം. ഇതാണ് എൻ്റെ ഏക ഒരു എയിം. അപ്പോൾ ഞാൻ എൻ്റെ പണി പെട്ടെന്നൊക്കെ ചെയ്ത് തീർത്ത് വേഗം എല്ലാം തീർക്കാൻ നോക്കുവാണ്. അപ്പം ചാറെന്ന് വെച്ചാൽ ഞാൻ ചക്കക്കുരുവും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ചക്കക്കുരുവൊക്കെ ക്ലീനിങ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കുക്കറിൽ അവിടെ കടലക്കറി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കറികളുടെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇത് കുറേ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കുക്കിംഗ് വ്ലോഗായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് ഒക്കെ പോകുന്നത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ അവിടെ പിള്ളേരിരുന്ന് ഭയങ്കര തല്ലുപിടുത്തമാണ്. അതായത് ഒരാൾക്ക് ഫോൺ കാണാൻ വേണമെന്നപ്പോൾ മറ്റേ ആൾക്കും വേണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവർ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ല. അപ്പം ഞാൻ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർക്കൊരു ഫ്രീഡം കിട്ടുന്നത്. അതായത് ഫോൺ കാണാനും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീഡം കിട്ടുന്നത്. അപ്പോഴത്തേക്കും മൂത്ത മോൾ ഓരോ കംപ്ലയിൻസ് ആയിട്ട് വന്നപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണേണ്. പിന്നെ അതിൻ്റെ ഒപ്പം അവൾക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ഓരോ പോർഷൻസും കാര്യങ്ങളൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾ അത്യാവശ്യം എല്ലാ കാര്യവും സ്വയം തന്നെ ചെയ്യുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു റിലാക്സ് ആട്ടോ, ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ ഇവൾ തന്നെയാണ് അനീത്തിനെ കാര്യങ്ങളും കൂടുതലും ചെയ്യുന്നത്. എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാട്ടോ. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് കടലക്കറി, വേറെ ഭാഗത്ത് എൻ്റെ ചാറുകറി, മോളായിട്ട് ഡിസ്കഷൻ കാര്യങ്ങളും നടക്കണം, വേറെ ഭാഗത്ത് അവിടെ സിനിമയും നടക്കും. അപ്പോൾ സിനിമയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. കഥയൊന്നും ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കൊട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം കാണാൻ വേണ്ടിയെങ്കിൽ അടുക്കളയിൽ നിന്ന് കാണലൊന്നും എനിക്ക് നടക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് കുക്കിംഗ് നടക്കുന്നു, ഞങ്ങൾ തമ്മിലുള്ള സംസാരം നടക്കുന്നു, സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളതും ഉണ്ട്, പിന്നെ ഇടയിൽ പിള്ളേരുടെ തല്ലുപിടുത്തവും ഉണ്ട്.
അപ്പോൾ എല്ലാവരും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പെയിൻറ്റ് പണി നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പണിയുണ്ട്. അവർ വന്ന് പെയിൻറ്റ് ചെയ്താൽ അവർ എല്ലാം ക്ലീൻ ചെയ്ത് പോയാലും നമുക്കെന്നാലും നമ്മളുടേതായ ഒരു ക്ലീനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് നടക്കും. പിന്നെ കുക്കിംഗ് നടക്കും. ഒരു സൈഡിൽ പാത്രം കഴുകലും എല്ലാം അറ്റ് എ ടൈം തന്നെ നടക്കുന്ന ഒരു പ്രൊസീജിയറാട്ടോ എനിക്കിങ്ങനെ എടുത്ത് മാറ്റി വെച്ച് പിന്നീട് പാത്രം കഴുകാനൊന്നും എല്ലാം ഒറ്റയടിക്ക് തീർന്ന് കഴിച്ച് വേഗം പോയി കിടക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ എൻ്റെ പോലെ തന്നെ തലേന്ന് തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി പിള്ളേരെ കുളിപ്പിച്ച് സ്കൂളിലൊക്കെ വിടുന്ന ആളാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് പക്ഷേ ഈ ഉറക്കം നിൽക്കൽ, അതായത് ലേറ്റായിട്ട് ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അതെനിക്ക് പറ്റില്ല. ഈതർ ലേറ്റായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കുക. ഇതൊക്കെയാണ്. ഇങ്ങനെ എനിക്ക് പറ്റും. എനിക്ക് എല്ലാം ഞാൻ സഹിക്കാം. വിശപ്പും എല്ലാം സഹിക്കാൻ പറ്റും എനിക്ക്. പക്ഷേ ഉറക്കം അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും അനിയത്തിയും കൂടി ഒരുമിച്ച് ചെയ്ത ഒരു തീരുമാനമാണ് തലേന്ന് തന്നെ എല്ലാം പാചകം ചെയ്ത് വെച്ച് പിറ്റേന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് ജസ്റ്റ് ചൂടാക്കൽ മാത്രം, കറിയും കാര്യങ്ങളും ചൂടാക്കലും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉണ്ടാക്കൽ അത്രയും വലിയ കാര്യമൊന്നുമല്ല. ഇഡ്ഡലി, പുട്ട്, ഇതൊക്കെയല്ലോ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പാത്രമൊക്കെ കഴുകി വെക്കണേയാണ്. പിള്ളേർക്കാണെങ്കിൽ ചോറൊന്നും വേണ്ട. ഇവർ ചിക്കൻ കഴിച്ചുകൊണ്ട് അവരെല്ലാവരും അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ആർക്കും ഭക്ഷണം വേണ്ടാത്തതുകൊണ്ട് ആ ഒരു പ്രൊസീജിയറും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ. അത്യാവശ്യം വർക്ക് എല്ലാം കഴിഞ്ഞു. പിന്നെ ഈ ഒരു പാത്രം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മമ്മീനെയും ഫോൺ വിളിക്കാറുണ്ട് കേട്ടോ. മമ്മിയാണെങ്കിൽ അവിടെ ഒറ്റക്ക. അപ്പോൾ ഞാൻ മമ്മിയായിട്ട് ഫോണിൽ സംസാരിച്ചും ഈ പാത്രം കഴുകലും കുക്കിങ്ങൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ആകെ കിട്ടുന്ന ഈ രാത്രി സമയങ്ങളിലാണ് എനിക്ക് എൻ്റെ അമ്മയായിട്ടൊന്ന് സംസാരിക്കാൻ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണിയും ചെയ്യും, മമ്മിയായിട്ടുള്ള വിശേഷങ്ങളും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ പറയും. മമ്മിയുടെ വീട് അവിടെ അടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അത്ര അടുത്തല്ല, പക്ഷെ എന്നാലും ഒരു 5-10 മിനിറ്റത്തെ ട്രാവലേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിക്കും. കാരണം ആളവിടെ ഒറ്റക്കായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം എല്ലാം പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് എൻ്റെ പണി അല്ല, ഇത് നിൻ്റെ പണി, ഇത് നീ പുറത്തെടുത്ത് വെച്ചല്ലേ, ഞാനല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ആർക്ക് എന്ത് വർക്ക് എവിടെ കണ്ടാലും ഞങ്ങളത് ചെയ്യും. ഞങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യലൊന്നുമില്ല. ഈ പണി താൻ ചെയ്യും, ആ പണി ഞാൻ ചെയ്യാം, ഇതെൻ്റെ പണിയല്ല, അങ്ങനെയൊന്നും പറഞ്ഞൊന്നും ഞങ്ങൾ മാറ്റി വെക്കാറില്ല കേട്ടോ. എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതാണല്ലോ. അതുകൊണ്ട് എനിക്ക് അവളുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും പണി ഒറ്റയ്ക്ക് ചെയ്യലെന്ന് വെച്ചാൽ അത്രക്കും നല്ല ഒരു എളുപ്പപ്പണിയൊന്നും അല്ല. നല്ല രീതിയിൽ നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന് ഈ എല്ലാം പണിയും ചെയ്യലെന്ന് വെച്ചാൽ അത്ര എളുപ്പപ്പണിയൊന്നും അല്ല. അപ്പോൾ അവളും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കറിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ചാറ് കറി ലാസ്റ്റ് ഒന്ന് കടുക് താളിച്ചിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കടുക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അപ്പം തന്നെ റെഡിയാക്കി സൈഡിലാക്കി വെക്കുവാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം പോയി ഒന്ന് റിലാക്സ് ആയിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങൽ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറക്കം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനല്ല, ടൈം കുറയ്ക്കാൻ പറ്റില്ല. എത്ര കൂടുതൽ എനിക്ക് സമയം ഉറങ്ങാൻ പറ്റുമോ അത്രയും സമയം ഞാൻ ഉറങ്ങാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇടാം. എനിക്ക് താളിക്കുമ്പോൾ കുറച്ചിങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് താളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോഴത്തേക്കും കറിക്കൊരു നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടും. വറുത്ത് എല്ലാം താളിച്ച് ഞാൻ ചാറുകറിയിലേക്ക് ഇട്ട് എന്താ ഒരു ഭംഗി, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കളറൊക്കെ വന്ന് അത് ആ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ഒരു മിക്സ് ആകുമ്പോഴത്തേക്ക് ആ വരുന്ന കളറില്ലേ, അത് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങൾ എല്ലാം തീർന്നിരിക്കുന്നു. ഇനി കുറച്ച് നേരം കിടക്കുക, എന്നിട്ട് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങുക. ഇതാണ് അടുത്ത
പരിപാടി. അപ്പോൾ ദേ ഞാനപ്പോൾ കറിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് സിനിമ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിങ്ങനെ കിടക്കും കേട്ടോ. ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് അവിടെ കിടന്ന് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. കുറച്ച് നേരമെങ്കിലും സിനിമ കണ്ട് എന്തെങ്കിലും ഒന്ന് കഥ മനസ്സിലാവുമെന്ന് വിചാരിച്ചൊന്ന് കിടന്നതാണ്. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതേ ഉള്ളൂ എൻ്റെ ഈവനിങ് വ്ളോഗ്. ബൈ.